വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. വ്യാഴാഴ്ചയാണ് കർണാടക നിയമസഭാ കൗൺസിലിലേക്കുള്ള 7 സീറ്റുകളിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസിന് അനുകൂലമായി വമ്പൻ അട്ടിമറിയാണ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത്. 7 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 5ഉം BJP 2ഉം അവരുടെ സഖ്യകക്ഷിയായ JDS 1 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരുന്നത്. സഭയിലെ അംഗബലമനുസരിച്ച് കോൺഗ്രസിന് 4ഉം BJPക്ക് 2 സീറ്റുകൾ ഉറപ്പായിരുന്നു. 7ാമത്തെ സീറ്റിലേക്കാണ് മത്സരം നടന്നത്. അവിടെ JDSനെ ജയിപ്പിക്കാനായിരുന്നു BJPയുടെ ശ്രമം. എന്നാൽ അത് BJP JDS MLAമാർ തന്നെ അട്ടിമറിച്ചു. ഒരു MLCയെ വിജയിപ്പിക്കാൻ 28 ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടുകളാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ 5 സ്ഥാനാർത്ഥികൾക്കായി കോൺഗ്രസിന് ലഭിക്കേണ്ടിയിരുന്നത് 140 വോട്ടുകൾ. കോൺഗ്രസിന് സഭയിലുള്ളതും 140 അംഗങ്ങളുടെ പിന്തുണയാണ്. എന്നാൽ വോട്ടെണ്ണിയപ്പോൾ കോൺഗ്രസിൻ്റെ 5 സ്ഥാനാർത്ഥികൾക്കുമായി 151 വോട്ടുകൾ ലഭിച്ചു. പ്രതിപക്ഷത്തു നിന്ന് ചോർന്നത് 11 വോട്ടുകൾ. ഇത് BJPയെയും JDSനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. 63 MLAമാരുള്ള BJPയുടെ 2 സ്ഥാനാർത്ഥികൾക്കുമായി ലഭിച്ചത് 56 വോട്ടുകളാണ്. 7ാം സീറ്റിലേക്ക് മത്സരിച്ച 18 അംഗങ്ങളുള്ള JDSന് കിട്ടിയത് വെറും 14 വോട്ടുകൾ. അവരുടെ 4ഉം BJPയുടെ 7 വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കാണ് ലഭിച്ചത്. അതായത് വലിയ രീതിയിലുള്ള ക്രോസ് വോട്ടിംഗാണ് കർണാടകയിൽ കണ്ടത്. മറ്റു സംസ്ഥാനങ്ങളിൽ BJP പയറ്റുന്ന തന്ത്രം കർണാടകയിൽ അവർക്ക് തന്നെ കനത്ത തിരിച്ചടിയായി മാറി. BJPയിൽ നിന്ന് പുറത്താക്കിയ 2 MLAമാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി DK ശിവകുമാറിനെ കണ്ട് പിന്തുണ അറിയിച്ചിരുന്നു. ഇതിനു പുറമെയാണ് കൂടുതൽ BJP JDS MLAമാർ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തത്. രഹസ്യ ബാലറ്റിലൂടെയായിരുന്നു വോട്ടിംഗ് എന്നതിനാൽ കൂറുമാറിയവരെ പെട്ടെന്ന് പാർട്ടികൾക്ക് കണ്ടെത്താനാകില്ല. JDS അംഗങ്ങളാണ് കോൺഗ്രസിനെ ക്രോസ് വോട്ട് ചെയ്തതെന്നാണ് BJPയുടെ ആരോപണം. തെരഞ്ഞെടുപ്പ് ഫലം കർണാടക BJPയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. സംസ്ഥാന BJPയിൽ നിലനിൽക്കുന്ന വിഭാഗീയത കൂടുതൽ രൂക്ഷമാകാനും ഫലം കാരണമാകുമെന്ന് ഉറപ്പാണ്. നിലവിലെ സംസ്ഥാന നേതൃത്വത്തോടെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ അതൃപ്തിയാണ് നിലനിൽക്കുന്നത്. വോട്ടിങ്ങിനുണ്ടായിരിക്കുന്ന അട്ടിമറി BJP കേന്ദ്ര നേതൃത്വത്തിനെയും ഞെട്ടിച്ചിട്ടുണ്ട്. 75 അംഗങ്ങളുള്ള കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ കോൺഗ്രസിൻ്റെ അംഗബലം ഇതോടെ 39ആയി ഉയർന്നു. BJPക്ക് 29ഉം JDSന് വെറും 6 അംഗങ്ങളാണ് കർണാടക ഉപരിസഭയിലുള്ളത്. രാജ്യവ്യാപകമായി BJP പയറ്റുന്ന ചാക്കുട്ട് പിടിക്കൽ തന്ത്രത്തിന് ശക്തമായ തിരിച്ചടിയാണ് കർണാടകയിൽ കിട്ടിയിരിക്കുന്നത്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയം മുഖ്യമന്ത്രി DK ശിവകുമാറിന് കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും പകരും. അടുത്തിടെയാണ് സിദ്ധരാമയ്യെ മാറ്റി ശിവകുമാറിനെ കർണാടകയുടെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. 2 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് മുന്നോടിയായി പാർട്ടിയെ കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യമാണ് DKക്ക് മുന്നിലുള്ളത്.